സ്ട്രോങ് റൂം തുറക്കണമല്ലോ. ഇന്നലെ പേരാമ്പ്രയിൽ കണ്ടില്ല, ഇന്ന് പാലക്കാട്. ഇന്നും ഡയറി മറന്നു അതെടുക്കാൻ. 4-ാം തീയതി ഇത്ര കാര്യപ്പെട്ട് എഴുതാനുള്ള എന്ത് ഡയറിയാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ മറന്നു എന്നുള്ള സംശയമാണ് ഇപ്പോ നാട്ടുകാർക്കുള്ളത്. ഈ നാട്ടിൽ എന്ന് പറയുമ്പോൾ അതിൽ സഖാക്കളും സംഖ്യകളും പെടൂല കേട്ടോ. കാരണം ഒരു ഇതിൽ പരാതിയില്ല. പരാതി ഉള്ളത് ഇവിടെ കൂടിയാണ്. സ്ട്രോങ് റൂം എന്തിനാണ് തുറക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള പരാതികളാണ് ഉള്ളത്. ഡയറി മറന്നു വെച്ചു അല്ല ഇപ്പൊ രണ്ടോടത്തും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോ ഇവിടെ ഓരോരുത്തർ ഇപ്പോഴും ഡയറിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും പിടിച്ചിട്ട് നല്ലതാണ് എഴുത്തൊക്കെ, അതിലൊന്നും നമ്മൾ സംശയമില്ല. പക്ഷെ ഇത് മറന്നു വെച്ച് പിന്നീട് ഒരു അവസരത്തില് തുറക്കാത്ത സമയം നോക്കി അത്ര കാര്യപ്പെട്ട് എടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ട എന്തെങ്കിലും അതിലില്ലേ എന്ന് നമ്മൾ തന്നെ സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് തീട്ടസംഖ്യകളോടും കമ്മിയാളോടും നമ്മക്ക് ചോദിച്ചാളു. അപ്പൊ എങ്ങനെ ഏറെക്കുറെ സ്ട്രോങ് റൂം തുറക്കണമല്ലോ. ഇന്നലെ പേരാമ്പ്രയിൽ കണ്ടില്ല, ഇന്ന് പാലക്കാട്. ഇന്നും ഡയറി മറന്നു അതെടുക്കാൻ. 4-ാം തീയതി ഇത്ര കാര്യപ്പെട്ട് എഴുതാനുള്ള എന്ത് ഡയറിയാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ മറന്നു എന്നുള്ള സംശയമാണ് ഇപ്പോ നാട്ടുകാർക്കുള്ളത്. ഈ നാട്ടിൽ എന്ന് പറയുമ്പോൾ അതിൽ സഖാക്കളും സംഖ്യകളും പെടൂല കേട്ടോ. കാരണം ഒരു ഇതിൽ പരാതിയില്ല. പരാതി ഉള്ളത് ഇവിടെ കൂടിയാണ്. സ്ട്രോങ് റൂം എന്തിനാണ് തുറക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള പരാതികളാണ് ഉള്ളത്. ഡയറി മറന്നു വെച്ചു അല്ല ഇപ്പൊ രണ്ടോടത്തും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോ ഇവിടെ ഓരോരുത്തർ ഇപ്പോഴും ഡയറിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും പിടിച്ചിട്ട് നല്ലതാണ് എഴുത്തൊക്കെ, അതിലൊന്നും നമ്മൾ സംശയമില്ല. പക്ഷെ ഇത് മറന്നു വെച്ച് പിന്നീട് ഒരു അവസരത്തില് തുറക്കാത്ത സമയം നോക്കി അത്ര കാര്യപ്പെട്ട് എടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ട എന്തെങ്കിലും അതിലില്ലേ എന്ന് നമ്മൾ തന്നെ സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് തീട്ടസംഖ്യകളോടും കമ്മിയാളോടും നമ്മക്ക് ചോദിച്ചാളു. അപ്പൊ എങ്ങനെ ഏറെക്കുറെ